കാലത്ത് മക്കളെ അകാരണമായി വഴക്ക് പറയുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ചില മാതാപിതാക്കളുണ്ട്. കുട്ടികളുടെ നന്മയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള കരുതലും അവരുടെ സ്വഭാവ രൂപീകരണവും ലക്ഷ്യമിട്ടാണ് പലരും കുഞ്ഞുങ്ങളെ ശകാരിക്കുന്നതെന്ന് പറയുന്നു. ഇതോടൊപ്പം മാതാപിതാക്കളുടെ മാനസിക സമ്മർദ്ദം ഒരു പരിധിവരെയും കാരണമാകാറുണ്ട്. എന്നാൽ ഇത് മക്കളുടെ മനസ്സിൽ വലിയ മുറിവുണ്ടാക്കാം. അച്ഛനമ്മമാരുടെ പകയും വിദ്വേഷവും ഉണ്ടാകാൻ കാരണമാകാം. പാലക്കാട് ചിറ്റിലഞ്ചേരിയിലെ സുനിൽ എന്ന ചെറുപ്പക്കാരന് അച്ഛനോട് തീർത്താൽ തീരാത്ത പകയായിരുന്നു. വലുതായി കഴിഞ്ഞപ്പോൾ ആ പക വളർന്നു. ഒടുവിൽ വീട്ടിലെ കലഹത്തിനിടെ അയാൾ അച്ഛൻ മുത്തുവിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. കേസിൽ പ്രതി സുനിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മെയ് 13-നാണ് ചിറ്റലഞ്ചേരിയിലെ വീട്ടിൽ കലഹം തുടങ്ങുന്നത്. രാവിലെ സഹോദരി അച്ഛൻ വഴക്കു പറഞ്ഞതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ്. ആ വാക്കുതർക്കം പിന്നീട് അക്രമമായി മാറുന്നു. തർക്കത്തിനിടെ മകൻ സുനിൽ കൈക്കൊട്ടുകൊണ്ട് അച്ഛനെ വെട്ടുകയായിരുന്നു. വെട്ടേറ്റ മുത്തുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് മരണം. വധശ്രമവുമായി ബന്ധപ്പെട്ട് സുനിലിനെ വീട്ടിൽ വെച്ച് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. 35-കാരനായ സുനിൽ നിലവിൽ റിമാൻഡിലാണ്. ഇയാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്ന് പോലീസ് പറഞ്ഞു. വീട്ടിൽ അച്ഛൻ മുത്തുവും സുനിലും തമ്മിൽ പ്രശ്നങ്ങൾ പതിവായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. മക്കൾ ചെറുതായിരുന്ന സമയത്ത് പോലും മുത്തു അവരെ അകാരണമായി വഴക്കു പറയുകയും ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് മകൻ സുനിൽ വളർന്നു വലുതായി കഴിഞ്ഞപ്പോൾ അച്ഛനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതിന്റെ പേരിൽ വീട്ടിൽ പലപ്പോഴും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം വാക്കുതർക്കവും പിന്നീട് ആക്രമണവും ഉണ്ടാകുന്നത്. ന്യൂസ് 18 പാലക്കാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.